ഹലോ നമസ്കാരം. സാഫിർ വ്ളോഗിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. കുറേ നാളുകൾക്ക് ശേഷം ഒരു യാത്ര എന്നുള്ള രീതിയിൽ പെരുന്നാളൊക്കെ അടിച്ചു പൊളിച്ച് നിൽക്കുന്ന എല്ലാവരും ഉണ്ടല്ലോ. അതുപോലെ തന്നെ എനിക്കും ചെറിയൊരു യാത്ര കിട്ടി. യാത്ര എവിടെയുമല്ല, നമ്മുടെ നിലമ്പൂരിൻ്റെ ഹൃദയഭാഗമായ പൂക്കൂട്ടുംപാടം ഭാഗത്ത് TK കോളനി എന്നുള്ള ചെറിയ ഗ്രാമത്തിലേക്കാണ് ഈ ഒരു യാത്ര പോകുന്നത്. വളരെ പച്ചപ്പ് നിറഞ്ഞതും ഹരിതാപവുമായിട്ടുള്ള ഒരു ഗ്രാമത്തിലേക്കുള്ള യാത്ര. അവിടെ എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ, മലയും കുന്നും കാടും അതിൻ്റെ ഇടയിൽ ഒരു അരുവിയാണ് മെയിനായിട്ട് നമ്മുടെ പ്രത്യേകത. ഈ ചൂടുകാലത്ത് എല്ലാവരും തണുപ്പിനെ തേടി പോവുകയാണ്. അതുപോലെ തന്നെ ഞാനും ഇവിടെ വരുമ്പോൾ തന്നെ റിസോർട്ടുകളൊക്കെ നമ്മുടെ സ്വാഗതം ചെയ്യുന്നുണ്ട്. നമ്മൾ കുറേ യാത്രക്കാർ, അതുപോലെ തന്നെ പുറത്തു നിന്ന് വരുന്ന ടൂറിസ്റ്റുകാരുമൊക്കെ ഇവിടെ റിസോർട്ട് എടുത്ത് താമസിക്കുന്ന ഒരു ഏരിയയാണത്. ചുറ്റും നോക്കിയാൽ മലയും അതുപോലെ തെങ്ങും തോപ്പും എല്ലാം നമുക്ക് കാണുവാൻ സാധിക്കും. ഇതിൻ്റെ ഒരു റോഡ് എൻഡായിട്ട് വരുന്നത് ഫോറസ്റ്റ് ഓഫീസാണ്. അപ്പോൾ ഈ ഫോറസ്റ്റ് ഓഫീസിൽ എന്താ വെച്ചാൽ പ്രത്യേകമായിട്ട് എഴുതിയിട്ടുണ്ട്, അനധികൃതമായിട്ട് കാട്ടിലേക്ക് കിടക്കരുതെന്ന്. കാരണം വന്യമൃഗ ജീവജാലങ്ങൾ ഇവിടെ ഉണ്ട്. ആന, പന്നി, കരടി, കുറുക്കൻ, പുലി തുടങ്ങിയ എല്ലാ ജീവജാലങ്ങളും ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഉള്ളിൽ മാനുണ്ട്, നരിയുണ്ട്, അങ്ങനെ പല ജീവജാലങ്ങളും. പക്ഷേ നമുക്ക് പകൽവട്ടത്തിൽ അവരെ കാണാൻ കഴിയില്ല. രാത്രിയായി കഴിഞ്ഞാൽ ആനയുടെ ശല്യം ഉണ്ടെന്നാണ് പറയുന്നത്. കാരണം ഇപ്പം ചക്കയുടെയൊക്കെ സീസൺ ആയതുകൊണ്ട് ആന ചക്ക തിന്നാനൊക്കെ ആയിട്ട് അങ്ങനെ വരാറുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന ഈ മല എന്ന് പറയുന്നത് ഏകദേശം നമ്മുടെ ഈ മലയുടെ അപ്പുറം ഭാഗം സൈലൻറ്റ് വാലി എന്നൊക്കെ പറയുന്ന ഒരു പ്രദേശം ഉണ്ടല്ലോ, ആ പ്രദേശത്തേക്ക് എത്താനും അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലൂടെ പോയി കഴിഞ്ഞാൽ തമിഴ്നാട് ഗൂഡല്ലൂർ അതിർത്തിയിലേക്ക് നമുക്ക് കടക്കാനും കഴിയും. നടന്നു പോവുകയാണെങ്കിൽ 48 മണിക്കൂർ നടന്നു കഴിഞ്ഞാൽ നമുക്ക് മലയുടെ അപ്പുറത്തേക്ക് കിടക്കാം. പക്ഷേ സാഹസികമായ ഉൾവനത്തിലൂടെ വേണം നമുക്ക് നടക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അത്രയും സാഹസികതയൊന്നും നമ്മൾ എടുക്കുന്നില്ല. ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ ഒരു മഴയൊക്കെ കിട്ടിട്ടോ. മഴ കിട്ടിയപ്പോൾ ഒന്ന് ശരീരവും മനസ്സും എല്ലാം തണുത്തു. അങ്ങനെ ഞങ്ങൾ എന്തായാലും ആ അരുവി ഏതാണെന്ന് അന്വേഷിച്ചുകൊണ്ട് കാണുവാൻ വേണ്ടി പോവുകയാണ്. അരുവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയിൽ നിന്ന് ഉത്ഭവിച്ച് വരുന്നതാണ് അരുവി എന്ന് പറയുന്നത്. അതിന് നല്ല തണുപ്പായിരിക്കും. ചെറിയ ഒഴുക്കേ ഉണ്ടാവുള്ളൂ, വലിയ ഒഴുക്കുകൾ ഉണ്ടായിക്കണമെന്നില്ല. അപ്പം അതിലേക്ക് നടക്കുന്നൊരു നടപ്പാതയാണിത്. അധികം ആളുകൾ ആരും വരാത്തത് കൊണ്ട് തന്നെ, ടൂറിസ്റ്റുകളും അല്ലാത്ത പുറത്ത് നമ്മളാളുകളൊന്നും കൂടുതൽ വരാത്തതുകൊണ്ട് തന്നെ ഇവിടെ പ്രകൃതിയെ ദ്രോഹിക്കുന്ന രീതിയിൽ പ്ലാസ്റ്റിക്കോ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട്, മാലിന്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാവാം പ്രകൃതി നമ്മളെ കാറ്റും വീശി വരവേൽക്കുകയാണ്. നല്ല ചെറിയ തണുത്ത കുളിർക്കാറ്റും അതിൽ തുടങ്ങി തന്നെ നല്ല ഇളം കാറ്റും തണുപ്പും ആയിട്ടുള്ളൊരു പ്രകൃതി. അങ്ങ് ദൂരെ മലനിരകൾ, പാറകൾ കൂട്ടിവെച്ചതുപോലെയുള്ള ഒരു മല, അതിൻ്റെ മുകളിലാകട്ടെ നീലാകാശം. നമ്മൾ കേട്ടിട്ടില്ലേ, നീലാകാശം, പച്ചക്കടൽ, ചുവന്ന ഭൂമി എന്ന് പറയുന്ന പോലെ പ്രകൃതി ഒരുക്കിയിട്ടുള്ള മനോഹാരിത. പച്ചപ്പും ചുവപ്പും മഞ്ഞപ്പും ഇടകലർന്ന മരങ്ങളിലെ ഇലകളും, കുറേ ഇലകളൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിലൂടെ ചെറിയ പാലം എത്തി. പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് കൂട്ടുകാരെല്ലാവരും ഫോട്ടോഷൂട്ടിലേക്ക് പോയി. ഞാൻ എൻ്റെ ഫോട്ടോഷൂട്ടല്ലാതെ എൻ്റെ വീഡിയോഗ്രാഫിയിലേക്ക് വീണ്ടും വന്നു. ഞാനങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ കല്ലുകൾ ഉരുണ്ടു വന്നിട്ടുള്ള, എന്ന് പറഞ്ഞാൽ ഉരുൾ പൊട്ടിയിട്ടൊക്കെ വന്നിട്ടുള്ള പോലെയുള്ള പ്രതീതിയുള്ള വലിയ വലിയ കല്ലുകൾ, അതിൻ്റെ ഇടയിലുള്ള തണുത്ത് ചെറുതായിട്ട് കുളിര് കോരും പോലത്തെ അരുവി. ആ അരുവിയിലേക്കാണ് ഇനി ഞങ്ങളുടെ യാത്ര. അതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും കുറച്ച് തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അവിടെ നിൽക്കുമ്പോൾ തന്നെ പ്രത്യേക ഒരു സൗന്ദര്യം, നല്ലൊരു ഇതൊക്കെയുണ്ട്. അപ്പോൾ അതിൻ്റെ കൊണ്ട് കൂട്ടുകാരെല്ലാവരും ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഞങ്ങൾ താഴേക്ക് ഇറങ്ങുവാൻ വേണ്ടി പോയി. താഴെ വെള്ളത്തിൽ അപ്പോഴും കുട്ടികളും വലിയവരും ഒക്കെ കുളിക്കുന്നുണ്ടായിരുന്നു. ചാടി കളിക്കുന്നതും തിമിർക്കുന്നതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്കൊരാഗ്രഹം, എന്നാൽ നമുക്കൊന്ന് വെള്ളത്തിലിറങ്ങിയേക്കാം. വെള്ളത്തിലിറങ്ങിയാൽ നല്ല ഭംഗിയായിരിക്കും അല്ലേ, ആ തണുപ്പൊക്കെ നമുക്ക് ആസ്വദിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരുമായി അങ്ങോട്ട് ഓടുവാൻ തുടങ്ങി. വെള്ളം കണ്ട കുതിര നിൽക്കുമെങ്കിലും മനുഷ്യൻ വെള്ളം കണ്ടാൽ ഈ ചൂടത്ത് ആരായാലും ഇറങ്ങിപ്പോവും. അതുകൊണ്ട് തന്നെ ഓരോ പ്രകൃതിയിലെ ചെറിയ മഴത്തുള്ളികളും എല്ലാം കണ്ട് ആസ്വദിച്ചുകൊണ്ട് നേരെ പോവുകയാണ്. ഈ കാട് കണ്ടപ്പോൾ എന്തോ ഒരു പ്രത്യേക സിനിമാറ്റോഗ്രാഫി പോലെ ഒരു ഭംഗി തോന്നി. ആ പാറകളും ഇതൊക്കെ കാണുമ്പോൾ മഞ്ഞുമൽ ബോയ്സിലെ നമ്മുടെ ഇതില്ലേ,
അതുപോലത്തെ ഒരു സ്ഥാനത്ത് ഗുണ കേവിലേക്ക് പോകുന്ന ഒരു പ്രതീതി ഫീൽ ചെയ്തു. മരങ്ങളിൽ പിണഞ്ഞു കിടക്കുന്ന വള്ളികളൊക്കെ കാണുമ്പോൾ എന്തു രസമാണ്. അതിൻ്റെ ഇടയിലൂടെ സൂര്യപ്രകാശം വരുമ്പോൾ എന്ത് ഭംഗിയാണ്. ഇലകളെല്ലാം കൊഴിഞ്ഞ് സ്വർണ്ണ കളറിലായി കിടക്കുന്നു. പാറകളാകട്ടെ ഒരു ഇരുണ്ട കറുപ്പ് കാർമേഘം മൂടിയതുപോലെയുള്ള പാറകളും അതിൽ മഴ പെയ്തിട്ടുള്ള ചെറിയ ചെറിയ നനവുകളും. പേടിച്ചിട്ടാണ് പോകുന്നത്. കാരണം ആദ്യമായി പോകുന്നതുകൊണ്ട് നമുക്ക് അതിൽ വഴുതി വീഴോ എന്നൊക്കെയുള്ള ഒരു പേടി ഉണ്ടായിരുന്നു. അവിടെയും ഈ ചില കലാകാരന്മാരുടെ ശില്പികൾ കാണാം. പല പേരുകൾ ചോക്ക് കൊണ്ട് എഴുതിയിട്ടുണ്ട്. പ്രേമത്തിൻ്റെ പേരുകളാവാം, ലവ് ചിഹ്നമാവാം, ഇൻസ്റ്റാഗ്രാം ഐഡി ആവാം. അങ്ങനെയുള്ള ഈ മനുഷ്യനൊരു പ്രത്യേകത ഉണ്ടല്ലോ, പ്രത്യേകിച്ചും മലയാളികൾ എവിടെ പോയാലും അവരുടെ കയ്യൊപ്പ് പതിക്കുമെന്നുള്ള രീതിയിലാണ് എഴുത്തും കുറിപ്പുമെല്ലാം. അതിൻ്റെ അടിയിൽ അതാ പിന്നെയും കുട്ടികൾ കുളിക്കുന്നത് കാണുമ്പോൾ വെള്ളത്തിൽ ഇറങ്ങുവാൻ നമുക്ക് പ്രത്യേകം ഒരനുഭൂതിയായി. പാറക്കെട്ടിൻ്റെ മുകളിലൂടെ മരങ്ങൾ വളർന്ന് ഇലകൾ ചാർത്തി താഴ്ന്നു നിൽക്കുന്ന മലനിരകൾ. ആ നിരകളുടെ ഇടയിലൂടെ ഞങ്ങൾ പിന്നെയും നോക്കും. വെള്ളം തന്നെ തീരെ കാണുവാനില്ല. കാണുന്നത് മൊത്തം പാറയാണ്. കുറച്ച് വെള്ളമേ ഉള്ളൂ. അപ്പം ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷയും പോയി, വെള്ളത്തിൽ ചാടാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ. എന്നാലും ഒന്ന് മുകളിലേക്ക് കയറി നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ കാലും എടുത്തു വെച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ പാറയിൽ പമ്മി 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 ഇപ്പം വീഴും എന്നുള്ള പ്രതീതിയിൽ ഞങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ മുകളിലേക്ക് കയറി അങ്ങനെ പോകുമ്പോൾ ഫോണ് വീഴാനായി പോയി. അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ മലനിരകൾ മുകളിൽ കയറി. അപ്പോഴേക്കും മറ്റുള്ള എല്ലാം ഉത്സാഹത്തോടെ ഏറ്റവും മുകളിലെത്തിയിരുന്നു. ഞാനിപ്പോഴും താഴെയാണ്, കാരണം വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുകയാണല്ലോ. അപ്പം അവർ പറഞ്ഞു ഇവിടെ വെള്ളമില്ല, നമുക്ക് താഴെ തന്നെ ഇറങ്ങാമെന്ന് പറഞ്ഞു. എന്നാലും അവിടം വരെ അവരെത്തിയ സ്ഥിതിക്ക് ഞാനും ഒന്ന് എത്തണമല്ലോ എന്നുള്ള പ്രതീതിയിൽ ഞാൻ പോയി. അപ്പോൾ ഇതാ മീനുകളൊക്കെ തുള്ളിക്കളിക്കുന്ന ചെറിയൊരു ഭാഗം കണ്ടു. അവിടെ ഒരു ഞണ്ടുണ്ടായിരുന്നു കേട്ടോ. പമ്മി ഞണ്ട് പോയിട്ടുണ്ട്. പക്ഷേ ഈ വീഡിയോയിൽ അത് കിട്ടിയിട്ടില്ല. കാരണം കണ്ണുകൊണ്ട് കാണുന്നത് ക്യാമറയിൽ പകർത്താൻ നമ്മൾ വലിയ വീഡിയോഗ്രാഫറൊന്നും അല്ലാത്തതുകൊണ്ട് അത് പകർന്നില്ല എന്ന് വേണം പറയാൻ. ചെറിയ മീനുകളും പരലുകളും അതുപോലെ തന്നെ ചെറിയ ചെറിയ മീനുകളൊക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അവരുടെ വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ ആസ്വദിച്ച് നിൽക്കുമ്പോൾ മേളെന്ന് വിളിച്ചു, വരും മുകളിലേക്ക് കയറി നോക്കാം. മുകളിൽ പോയാൽ ഒരുപാട് കാണാനുണ്ടെന്ന് വിചാരിച്ച് മുകളിലേക്ക് എന്തായാലും ഏന്തി വലിഞ്ഞ് പോകുവാനുള്ള ശ്രമം തുടങ്ങി. അപ്പോഴും ആ മീന് പോകുന്നത് കണ്ടപ്പോൾ ഒന്നുകൂടെ ഞാൻ വീഡിയോ എടുത്തു. ഇനിയും ആ മെല്ലെ അരുവികളിൽ ചവിട്ടി പാറകളുടെ മുകളിലൂടെ ചവിട്ടിപ്പോയി. ശ്രദ്ധിച്ചു പോകണം, ഇല്ലെങ്കിൽ മഞ്ഞുമൽ ബോയ്സ് പോലെ കുട്ടേട്ട എന്ന് വിളിച്ച് കരഞ്ഞാലൊന്നും ആരും നമ്മളടുത്ത് ഓടിയെത്താനുണ്ടാവില്ല. കാരണം എല്ലാവരും പിള്ളേരല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുള്ള വെള്ളം. അവിടെ തണുപ്പുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ചെറിയ തണുപ്പുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ ആഴമില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അവിടെ ഞാൻ ഇറങ്ങുന്നില്ല, ബാക്കി വീഡിയോ കൂടെ എടുക്കാം, എന്നിട്ട് അവസാനം ഇറങ്ങാം എന്നുള്ള പ്രതീതിയിൽ പോയി. ഇലകളൊക്കെ പൊഴിഞ്ഞ് കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയല്ലേ. പാറകളൊക്കെ കാണുമ്പോൾ എന്ത് നല്ല രസം, എന്താ ഭംഗി. ഇത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ്. അവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് നല്ല തണുപ്പ് കിട്ടും. നല്ല സൗന്ദര്യം ആസ്വദിക്കാൻ കഴിവുള്ളവർക്കാണെങ്കിൽ ആ പാറക്കല്ലുകളുടെ ഇടയും അതുപോലെ തന്നെ മലനിരകളുടെ പച്ചപ്പും എല്ലാം കണ്ട് ആസ്വദിക്കാൻ പറ്റും. ഈ സമയമായതുകൊണ്ട് ആരും തന്നെ അധികമാരും വന്നിട്ടില്ല. വൈകുന്നേരങ്ങളിൽ ഇവിടെ ആളുകൾ കൂടുമെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറഞ്ഞത്. വള്ളിപ്പടർപ്പുകൾ അതുപോലെ പാറക്കെട്ടുകൾ, ഇതിൻ്റെ ഇടയിലൂടെയുള്ള ഒരു രസകരമായ യാത്ര. അങ്ങനെ മന്ദം നടന്ന് ഞങ്ങളിതാ പാറപ്പുറത്തെത്തിയിരിക്കുന്നു. അവിടെ ഓരോരുത്തരും ഡ്രസ്സെല്ലാം അഴിച്ചു വെച്ച് വെള്ളത്തിൽ ചാടാനുള്ള പ്രിപ്പറേഷനാണ്. രണ്ടുപേരും ഓൾറെഡി പോയി ചാടാൻ പോയിട്ടുണ്ട്. അവർ പോയി ചാടുമ്പോൾ തന്നെ രസകരമായ സംസാരങ്ങളും ചിരിയും എല്ലാം ദൂരെ നിന്ന് നമുക്ക് കേൾക്കാം. ഞാൻ ഇതിൽ വീഡിയോയിൽ ഓഡിയോസ് ഇട്ടിട്ടില്ല. കാരണം എന്തെങ്കിലും കോപ്പിറൈറ്റ് കിട്ടുന്ന വാക്കുകളോ അല്ലെങ്കിൽ മോശമായ എന്തെങ്കിലും സംസാരങ്ങളോ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് വീഡിയോ ബാധിക്കുമല്ലോ. അങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോൾ ഞാൻ കാലൊന്ന് സ്ലിപ്പായി വീണു. ചെറുതായി എൻ്റെ ഫോണും വീണു. പറഞ്ഞിട്ട് കാര്യമില്ല, ഇതൊക്കെ സഹജം എന്ന് വിചാരിച്ച് ഫോണൊക്കെ എടുത്ത് ഞാൻ വീണ്ടും വീഡിയോ ഷൂട്ട് തുടങ്ങി. അങ്ങനെ അവിടെ ദൂരെ ഒരാൾ ദൂരത്ത് കണ്ണും നട്ട് നോക്കിയിരിക്കുന്നത് കണ്ട് കളിയാക്കി ചിരിക്കുന്ന 2 പേർ. അപ്പുറത്ത് ഒരാൾ മസിലും കാണിച്ചതാ പിന്നെയും വെള്ളത്തിൽ ചാടാൻ വേണ്ടി വേഗം പോയിരിക്കുന്നു. ഞാനത് കണ്ട് ആസ്വദിച്ച് നിന്നുപോയി. എന്തായാലും നല്ല രസം. അവനും അത് കണ്ട് ആസ്വദിക്കുകയാണ്. വെള്ളത്തിൽ ചാടണോ എന്ന് ചോദിച്ചപ്പോൾ ചാടുന്നില്ല എന്ന് പറഞ്ഞതിന് അവനെ വിളിച്ച് കളിയാക്കുന്നു. ചാടുവാൻ പറയുന്ന 3 ചെറുപ്പക്കാർ. അതിൻ്റെ ഇടയിൽ നമ്മളൊന്നൊന്നുമല്ലല്ലോ. ദൂരെ ആ പാലത്തിൻ്റെ അടിയിൽ ഒരുത്തൻ അതാ വെള്ളത്തിൽ ചാടുവാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. അവൻ ദൂരെ നിന്ന് ചാടുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി സൂം ചെയ്ത് നോക്കി. പക്ഷേ ആരെങ്കിലും എനിക്ക് കിട്ടിയില്ല.
അവൻ ഓടുന്നുണ്ട്, പക്ഷേ ചാടിയിട്ടില്ല. വൈഡ് ആംഗിൾ വ്യൂവിൽ നോക്കുമ്പോൾ എന്തൊരു ഭംഗിയാണ് നമ്മൾ കാണുന്നതിനും ഉപരി ശരിക്കും വീഡിയോ കാണുന്നതല്ല, നമ്മൾ നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ അനുഭൂതി അറിയാൻ പറ്റുക. ഈ ഇലകളുടെ ഇടയിലൂടെ സൂര്യപ്രകാശം മെല്ലെ മന്ദം മന്ദം ഇതിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ അവസാനം രണ്ടും കൽപ്പിച്ച് ഞാൻ വെള്ളത്തിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു മുങ്ങാങ്കുഴിയൊക്കെ ഇട്ടു. കുറഞ്ഞ വെള്ളമാണുള്ളത്, അധികം ആഴമൊന്നുമില്ലെങ്കിലും അങ്ങനെ കുറച്ച് നല്ല രസമുള്ള കുളിച്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. പിന്നെ തിരിച്ച് നേരെ വീട്ടിലേക്ക്. ആ പ്രകൃതിയും തണുപ്പും എല്ലാം മനസ്സിലാവഹിച്ച് അതൊരു ഓർമ്മയായിക്കൊണ്ട് തിരിച്ച് പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ട് മാത്രം നമ്മുടെ ഓർമ്മയിലും മനസ്സിലും എപ്പോഴും ഈ വീഡിയോ ഉണ്ടാവും. ഇതൊക്കെ ഒരു ഓർമ്മകളാണ്. ഓരോരുത്തരും സന്തോഷിക്കാനും സങ്കടപ്പെടാനും പല കാരണങ്ങളുണ്ടാകുമ്പോൾ ഇതുപോലെ ഓരോ യാത്ര ചെയ്തു കഴിഞ്ഞാൽ അത് മനസ്സിനെ തന്നെ വല്ലാതെ മാറ്റിമറിക്കുന്നൊരു യാത്ര. എന്തായാലും എൻ്റെ വീഡിയോ കണ്ട് എൻ്റെ ഈ ശബ്ദം ശ്രവിച്ച എല്ലാ കൂട്ടുകാർക്കും എൻ്റെ നന്ദി പറയുന്നു. നല്ലൊരു യാത്ര സമ്മാനിച്ച പ്രകൃതിക്കും ഞാൻ നന്ദി പറയുകയാണ്. ഇനിയും ഇതുപോലെ ഒരുപാട് യാത്രകൾ ചെയ്യാൻ നിങ്ങളുടെ ലൈക്കും സപ്പോർട്ടും എല്ലാം പ്രചോദനമാണ്. ഞാൻ പറയുന്നത് പല വാക്കുകളും ചിലപ്പം തെറ്റ് വരാം, ചിലപ്പോൾ ശരിയായിക്കൊള്ളുന്നില്ല. കാരണം പിന്നെ വീഡിയോ എടുത്ത് കുറച്ച് കഴിഞ്ഞ് അല്ലെങ്കിൽ 2-3 ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഇതിനൊരു സമയം കണ്ടെത്തി ഒക്കെയാണ് നമ്മൾ വീഡിയോ ഓടിടുന്നത്. ഓക്കെ, എന്തായാലും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും ലൈക്സും ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇനിയും ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രചോദനം നിങ്ങൾ തന്നാൽ ഞാൻ ഇനിയും ഇതുപോലെ ഒരുപാട് വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ ഞാൻ ഇടാൻ മടിക്കുന്നത് പല കാരണങ്ങളും കൊണ്ടാണ്. ഓക്കെ.